ഒരു ഉടുമ്പിൻ്റെ കഥ പറയാം. മുത്തുനബിയുടെ കാലത്തെ ഒരു ഉടുമ്പിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഖാക്കളുടെ കൂടെ ഇരിപ്പാണ്. അപ്പോഴാണ് ബനു സുലൈം ഗോത്രക്കാരനും ഗ്രാമീണനുമായ ഒരാൾ അതുവഴി വന്നത്. ഒരു ഉടുമ്പിനെ വേട്ടയാടി തൻ്റെ അയഞ്ഞ കുപ്പായ കയ്യിനുള്ളിൽ മറച്ചു പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ വരവ്. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചുട്ടു തിന്നാനുള്ള പുറപ്പാടാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ നബിയെ ചൂണ്ടി അദ്ദേഹം ചോദിച്ചു, ആരാണ് ഇരിക്കുന്നത്? ആരോ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതർ. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ കുപ്പായ കൈകുടഞ്ഞ് ഉടുമ്പിനെ പുറത്ത് ചാടിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാത്ത സത്യം, ഉസ്സ സത്യം. ഈ ഉടുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കില്ല. അവിടുന്ന് ഇത് കേട്ട് ഉടുമ്പ് എന്നൊരു വിളി. അത്ഭുതം തന്നെ, ആ ഉടുമ്പ് സംസാരിച്ച് തുടങ്ങി. ജനങ്ങളെല്ലാം വ്യക്തമായി ആ സംസാരം കേൾക്കുന്നു. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ അലങ്കാരമേ, അവിടുത്തെ വിളിക്ക് ഞാനിതാ 2 പ്രാവശ്യം ഉത്തരം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ ആരെയാണ് ആരാധിക്കുന്നത്? ആകാശത്തിൽ അർഷും ഭൂമിയിൽ അധികാരവും സ്വർഗത്തിൽ അനുഗ്രഹവും നരകത്തിൽ ശിക്ഷയും നിറഞ്ഞ തമ്പുരാനെ മാത്രം. ഞാൻ ആരാണെന്ന് പറയാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അവിടുന്ന് ലോകരക്ഷിതാവിൻ്റെ ദൂതരും അന്ത്യപ്രവാചകരുമാണ്. അവിടുത്തെ വിശ്വസിച്ചവർ രക്ഷപ്പെട്ടു, അവിശ്വാസി കഷ്ടപ്പെടുകയും ചെയ്തു. ഉടുമ്പ് പറഞ്ഞു നിർത്തി. വൈകിയില്ല ആ ഗ്രാമീണൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവുകയും ചെയ്തു. ഇനി ഒരു പുള്ളിമാൻ്റെ കഥയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. യാ റസൂലല്ലാഹ് എന്ന് ആരോ 3 പ്രാവശ്യം വിളിക്കുന്നത് അവിടുന്ന് കേട്ടു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കി. കയറുകൊണ്ട് കൈക്കാലുകൾ വരിയപ്പെട്ട നിലയിൽ ഒരു മാൻ കുറച്ചപ്പുറത്ത് ഒരു ഗ്രാമീണൻ വെയിലത്ത് ഒരു തുണി വിരിച്ച് കിടന്നുറങ്ങുകയാണ്. അതിനെ അയാൾ കെണിവെച്ച് പിടിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. നിനക്കെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനിനോട് തിരക്കി. അത് ദയനീയമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാളെന്നെ വേട്ടയാടി പിടിച്ചതാണ് നബിയെ. എന്നെയും കാത്ത് ആ കാണുന്ന മലമുകളിൽ 2 പിഞ്ചു പൈതങ്ങളിരിപ്പുണ്ട്. അവർ വിശന്ന് പൊരിയുന്നുണ്ടാവും. അവിടുന്ന് തന്നെ അഴിച്ചുവിട്ടാൽ ഞാൻ പെട്ടെന്ന് പോയി കുട്ടികൾക്ക് മുല കൊടുത്ത് തിരിച്ചു വരാം. നീ അങ്ങനെ ചെയ്തില്ലെങ്കിലോ? പ്രവാചകൻ ആരാഞ്ഞു. ചെയ്തില്ലെങ്കിലോ? കണക്കായിപ്പോയി. അല്ലാഹു എന്നെ എങ്ങനെ ശിക്ഷിക്കും? അന്യായമായി ചുങ്കം പിരിക്കുന്നവൻ്റെ ശിക്ഷയല്ലേ എനിക്ക് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അഴിച്ചുവിട്ടു. വൈകിയില്ല, അത് തിരിച്ചോടി വന്നു. നബി അതിനെ ബന്ധിച്ചു. എല്ലാം കഴിഞ്ഞാണ് അഅ്റാബി ഉണർന്നത്. നബിയെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ എന്തെങ്കിലും അവിടുത്തേക്ക് ചെയ്തു തരേണ്ടതുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ മാനിനെ അഴിച്ചു വിടുമോ? പാവങ്ങളല്ലേ അതിൻ്റെ മക്കൾ. ഉടൻ ഗ്രാമീണൻ അതിനെ അഴിച്ചുവിട്ടു. സന്തോഷാതിരേകത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൊണ്ട് ഭൂമിയിലടിച്ച് അതും പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്.